ഹായ് ഓൾ, നമസ്കാരം. ഇന്ന് നമ്മൾ റെഡി ചെയ്യാൻ പോകുന്നത് നമ്മുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി ആണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായി തിങ്ക് ചെയ്യുക. എന്തൊക്കെ മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ എനർജിയുടെ മാച്ചാവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്തത് നിങ്ങൾ വിട്ടേക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇത് ഏത് സമയത്ത് കണ്ടാലും നിങ്ങൾക്കത് വാലിഡായിരിക്കും. ഇപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം. ബോട്ടം കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സാമ്പത്തികമായി വളരെയധികം ഒരു മാറ്റമാണ് വരുന്നത്. അതുപോലെ നല്ലൊരു സ്നേഹം, സാമ്പത്തികമായും അല്ലാതെയും വളരെ നല്ലൊരു കാർഡാണ് വന്നിരിക്കുന്നത്. ഈ സൺ കാർഡാണ്, അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. കുറേ ദുഃഖപൂർണമായ കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതിനെല്ലാം ഒരു മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഇതും എന്തോ നല്ല അനുഗ്രഹങ്ങളൊക്കെ ഉള്ള കാർഡ് തന്നെയാണ്. റിവേഴ്സായിപ്പോയി. എന്തോ ഒരു പ്രശ്നം ആ ഒരു ആളുടെ ജീവിതത്തിൽ നല്ലപോലെ ഉണ്ട് എന്ന്, ഒരു ബ്ലാക്ക് മാജിക്. പഴയ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു, ആ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഒരു മൂടുപടം പോലെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് ആളുടെ ജീവിതത്തിൽ അതിനൊരു മാറ്റം ഇല്ലാതെ ആ ദുഃഖങ്ങളൊക്കെ ആളിൽ നിന്നെല്ലാം കരകയറി എന്നുള്ളത് തന്നെയാണ്. എന്നാൽ സാമ്പത്തികപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആൾ അനുഭവിക്കുന്നുണ്ട്. എന്തോ ഒരു ബ്ലാക്ക് മാജിക് ഇവിടെ നടക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയിൽ നിന്ന് എന്നാണ് കാണുന്നത്. ആ വ്യക്തി ഇരിക്കുന്നുണ്ട്. അത് കാരണം നല്ലപോലെ നിങ്ങളുടെ കരിയറിൽ വളരെയധികം വിഷമങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലപോലുള്ള വേദന ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഇമോഷണലി വളരെയധികം വീക്കാണ്. വളരെ മോശമായ രീതിയിലുള്ള വിഷമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം റിവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. നൈറ്റ് ഓഫ് കപ്സ്, ബാഡ് അനുഭവങ്ങൾ ആയിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നാണ് കാണുന്നത്. അബണ്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. അനുഗ്രഹങ്ങളെല്ലാം ആളിൽ നിന്ന് വിട്ടു പോവുകയാണ്. അത് കാരണം അത് മെയിനായിട്ട് കാരണം ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഉള്ളത് കൊണ്ടാണ്. എന്നാൽ അതിൽ നിന്നൊരു മോചനം നേടാനായിട്ട് ഈ ഒരു വ്യക്തി അതിൽ മോചനം നേടാൻ ഒരു സ്പിരിച്വൽ പാത്തിലോട്ട് പോകാനാണ് ഉള്ളൊരു കണ്ടുപിടുത്തം. ദൈവികമായി പോയി കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു മാറ്റം വരുമെന്നുള്ള ഇതിൽ ആ ഒരു വ്യക്തി
തൻ്റെ ഇമോഷനെല്ലാം തന്നിലേക്ക് തന്നെ നോക്കാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇതുവരെ അനുഭവിച്ച ആ സങ്കടത്തിനെല്ലാം ഒരു മാറ്റം വരാൻ വേണ്ടി ആദ്യം തന്നെ നല്ല കാർഡാണ് വന്നത്. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. ഒരു എംപ്രസിൻ്റെ കാർഡാണ്. കാരണം ഈ ഒരു ഇതിൽ പോയി കഴിയുമ്പോഴത്തേനും നല്ല അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം സമ്പൂർണ്ണമായി നിങ്ങളുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ആവുകയും അങ്ങനെ നിങ്ങൾക്ക് ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ പല ബ്ലോക്കേജുകളെല്ലാം മാറ്റം വരും. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത്. കണ്ടോ, നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിലോട്ട് പോവുകയാണെന്നാണ് കാണുന്നത്. എന്ത് വന്നാലും ഞാൻ ഇത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എൻ്റെ പ്രണയമാണെങ്കിലും അതുപോലെ തന്നെ ഈശ്വരനിൽ എല്ലാം ഇത്രയൊക്കെ അനുഭവിച്ചത് തൻ്റെ ഉള്ളിലെ ഒത്തിരി ബ്ലോക്കേജുകൾ പ്രശ്നങ്ങളെല്ലാം ആ ഒരു വ്യക്തി കണ്ട് അപ്പോൾ അത് ഒരു സ്പിരിച്വൽ പാത്തിലോട്ട് പോകാനുള്ള ഒരു നീക്കത്തിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പിലാണോ ഇരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ഫുൾ കാർഡ് വന്നതുകൊണ്ട് ആളിന് മുമ്പും പിൻപും ഒന്നും നോക്കണ്ട. ആൾ ഒരേ ഫ്ലോയിൽ പോവുകയാണ്. തനിക്ക് ഒരേ ലക്ഷ്യമുണ്ട്. തൻ്റെ ഉള്ളിലുള്ള ആ ലക്ഷ്യത്തെ നേടാനായിട്ട് ആൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടെന്നാണ് കാണുന്നത്. കാരണം ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളാണ് ഞാൻ ഫസ്റ്റ് കണ്ടത് മൊത്തം. അതിൽ നിന്നെല്ലാം നല്ലൊരു മാറ്റം വരാൻ പോകുന്നു എന്നാണ് കാർഡിനകത്ത് കാണുന്നത്. ദൈവമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ പോകുന്നു. ഒരു ജസ്റ്റിസ് നിങ്ങൾ കോടതിയിൽ കേസോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു എനർജി എനിക്കിത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു വിധി വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നല്ല തീരുമാനം ഉണ്ടാകാൻ പോകുന്നു. ആൾ സ്പിരിച്വൽ പാത്തിലോട്ട് പോകുന്നുണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളതിനുള്ള ഒരു കണ്ടുപിടുത്തമാണ് ആൾ. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഇത് മുന്നോട്ട് പോവുക, നല്ല പ്യുവറായിട്ടുള്ളൊരു സ്നേഹം ആരാണോ തന്നെ പ്രണയിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് താൻ കൊടുക്കുമെന്നുള്ള ഒരു ഇതിലാണ് പോകുന്നത്. കാരണം ഒത്തിരി തടസ്സങ്ങൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചതുകൊണ്ടായിരിക്കാം കാണുന്നത്. ഒരു ഹാപ്പി ഫാമിലി തനിക്ക് വേണം, അവർ തമ്മിലൊത്ത് വേണം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് ഒരു ഹാപ്പി ഫാമിലി തുടങ്ങണം എന്നുള്ളൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. നമുക്ക് ഓഷോടെ കൂടെ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ ഒരു വ്യക്തിയുടെ ഇത്രയും തടസ്സങ്ങൾ നേരിടുന്നത്? പ്ലീസ് ഗൈഡൻസ്. അതാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രമേൽ തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഒരു വ്യക്തി ഇത്രയും അനുഭവിക്കാൻ കാരണം തൻ്റെ ഉള്ളിൽ ഒത്തിരി ബ്ലോക്കേജുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഹീലാകാൻ വേണ്ടിയാണ് ഇത്രയും പ്രശ്നങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നാണ് കാണുന്നത്.
തൻ്റെ ഉള്ളിലുള്ള ആ പ്രകാശത്തെ തേടി പോവുകയാണ്. ഒറ്റയ്ക്കാണ് ആൾ. ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആ ഒരു വ്യക്തി എന്നാണ് കാണുന്നത്. ഇത്രയും നാളും ഒരു മായാലോകത്തായിരുന്നു ഇത്രയും നാളും ജീവിച്ചിരുന്നത്. താൻ സത്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ്. ഒരു കോമാളിയെ പോലെ ആൾ ഇങ്ങനൊരു ഫ്ലോയിൽ പോവുകയായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എന്തൊക്കെയാണ് ജീവിതത്തിൽ നടക്കുന്ന സത്യങ്ങൾ, ആ വെളിച്ചത്തിലേക്ക് ആ ഒരു വ്യക്തി പോകാൻ പോകുന്നു കാണുന്നത്. ഗോ വിത്ത് ഫ്ലോ, എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ തൻ്റെ ജീവിതത്തിൽ എന്ത് വരട്ടെ, താൻ ഏത് ഇതിനായി പോയിക്കോട്ടെ, തനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒരു ഗോ വിത്ത് ഫ്ലോയിലൂടെയാണ് ഈ ഒരു വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല തൻ്റെ ഉള്ളിലെ ഇന്നർ വോയിസ് കേൾക്കാൻ, തൻ്റെ ഉള്ളിൽ എന്താണോ പറയുന്നത് അത് കേൾക്കണം. അങ്ങനെ തനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ ട്രൂ ലവ്, ആ സ്നേഹം അത് വന്നത് തന്നിലേക്ക് തന്നെ ഹീലാകാൻ വേണ്ടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഞാൻ ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള പലതരത്തിലുള്ള ബ്ലോക്കേജുകളും തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു ആ ഒരു വ്യക്തിക്ക് ഒരവസ്ഥ വന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഈ ബ്ലാക്ക് മാജിക് പോലുള്ള കുറേ പ്രശ്നങ്ങളും ആ ആളിൻ്റെ ജീവിതത്തിൽ വരാൻ കാരണം, ഈ ദുഃഖത്തിനെല്ലാം കാരണം തന്നിലേക്ക് തന്നെ ഹീലാകാൻ വേണ്ടി, തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജ്ഞാനത്തെ അറിയാൻ വേണ്ടിയാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വന്നത്, കുറേ ബ്ലോക്കേജുകൾ വന്നത് എന്നാണ് കാണുന്നത്, തടസ്സങ്ങൾ വന്നിരുന്നത്. അപ്പോൾ ഇതെല്ലാം മാറി ആ ഒരു വ്യക്തി നിങ്ങളെ പരിപൂർണമായി ഒന്നാകും. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു മാറ്റം സംഭവിക്കും. ഇതുവരെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ സംഭവിച്ചത്, അതിൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒത്തിരി ഹീലിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടന്ന് തന്നിലേക്ക് ഉള്ളൊരു യാത്രയ്ക്ക് വേണ്ടിയാണ്. തൻ്റെ ഉള്ളിലുള്ള പലതരത്തിലുള്ള ബ്ലോക്കേജുകൾ, തൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമാസുകൾ, അതുപോലെ ഒത്തിരി ഹീലിങ്ങുകൾ, ഫാസ്റ്റ് ലൈഫിൽ താൻ അനുഭവിച്ച പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇതിനെല്ലാം ഒരു മാറ്റം വരാൻ വേണ്ടിയാണ് ഈ ഒരു ബന്ധം തന്നെ ഉണ്ടായതെന്നാണ് കാണുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പ് വന്നത് തന്നെ ഒത്തിരി ബ്ലോക്കേജുകൾ വരാൻ കാരണം തൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ട്രോമാസുകൾ എല്ലാം ഹീലാകാൻ വേണ്ടിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നത്. ഇതിനെല്ലാം വന്നു കഴിഞ്ഞാൽ ഹീലായി കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ നിങ്ങളുടെ അടുക്കലോട്ട് വരികയും നിങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും എന്നാണ് നമ്മളുടെ കാർഡ് കാണിക്കുന്നത്. അടുത്ത നമുക്ക് ഗോഡസിൻ്റെ മെസ്സേജ് ഉണ്ടെന്ന് നോക്കാം. മെസ്സേജ് എന്താണ്? ഗോഡസിൻ്റെ മെസ്സേജിനകത്ത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ എന്താണോ അത് നിർത്തിവെക്കുകയോ ഒന്നും വേണ്ട, അത് തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം ആകുമ്പോഴത്തേനും അതെല്ലാം നിങ്ങൾക്ക്
സക്സസ് ആയി വരുമെന്നാണ് കാണുന്നത്. നിങ്ങൾ എന്തോ ആണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നർ വർക്കുകളായിരിക്കാം, നിങ്ങളുടെ ഓരോ ഹീലിങ്ങുകളായിരിക്കാം, നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ പോകുന്ന എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങൾ തുടരുക. അതൊന്നും നിങ്ങൾക്കൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ നിർത്തി വയ്ക്കേണ്ട എന്നാണ് ഗോഡസ് പറയുന്നത്. അത് പെർഫെക്റ്റ് കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത്. പെർഫെക്റ്റ് ടൈം ആകുമ്പോഴത്തേനും നിങ്ങൾക്കെല്ലാം ഈശ്വരനായിട്ട് അത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്. അപ്പോൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ആർക്കൊക്കെയാണ് ഇത് റെസിനേറ്റ് ആകുന്നതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.